നമ്മൾ ചെണ്ടുമല്ലിയുടെ തൈകൾ വാങ്ങിച്ച് നടുന്ന വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ? നമ്മുടെ തൈകളെല്ലാം ഇത്ര ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് പൊങ്ങി വന്ന സമയത്ത് അതിൻ്റെ കൂമ്പൊന്ന് നുള്ളിക്കളഞ്ഞു. അപ്പോൾ അതേ ശിഖരങ്ങളായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് കണ്ടോ. എല്ലാം തന്നെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ നുള്ളിക്കളഞ്ഞ നാമ്പുണ്ടല്ലോ, അതും നമ്മൾ ഇതുപോലെ മണ്ണിൻ്റെ അകത്ത് കുഴിച്ചിട്ടിട്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാവേ. ഇത് നോക്കിക്കേ, ചെറിയൊരു ഇല കുഴിച്ചിട്ടാൽ പോലും അതിന് വേര് വരുന്നു. നമ്മൾ ആ നുള്ളിക്കളയുന്ന ആ ഇലയുണ്ടല്ലോ, ഇതിപ്പോൾ 2 തൈയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കൂമ്പ് വളരെ ചെറിയ കൂമ്പാണെങ്കിൽ പോലും നമ്മളത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് വേര് വരുന്നുണ്ട് കേട്ടോ. അത് കൂമ്പുണ്ട്, ഇത് വെറും ഇല മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് നമ്മൾ മുറിച്ച് കളയുന്ന ഇലകൾ ഇതുപോലെ നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടാലും നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ എല്ലാത്തിൻ്റെയും തന്നെ ഞാൻ അതുപോലെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല രീതിയിൽ നമുക്ക് വേര് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ മുകൾ ഭാഗം കട്ട് ചെയ്യുന്ന ഭാഗം കളയണ്ട കേട്ടോ. ഇവിടെ എല്ലാം ഞാൻ അതുപോലെ കുഴിച്ചിട്ട് പുതിയ തൈയായിട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാം തന്നെ നമ്മളിതുപോലെ മുകൾ ഭാഗം നുള്ളി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം നമ്മൾ താഴെ അതേപോലെ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ തൈകളായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെയും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതിനൊക്കെ പുതിയ ഇലകൾ വന്നു തുടങ്ങി കേട്ടോ. കണ്ടോ, 2ഉം 3ഉം ശിഖരങ്ങളായിട്ട് വരും. നമ്മളൊന്ന് ഒരു 4ഓ 5ഓ ഇല വന്നു കഴിയുമ്പോൾ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് താഴെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് വേറെ തൈ ആവുകയും ചെയ്യും. മുകൾ ഭാഗത്തെ നമ്മൾ ആദ്യം തൊട്ട് തൈകൾക്ക് നല്ല ബലം കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ എത്ര ശിഖരങ്ങളാണെന്ന് നോക്കിക്ക്, 4-5 ശിഖരങ്ങളായിട്ട് നമുക്ക് വളർന്നു വരികയും ചെയ്യേ.